ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. നമ്മുടെ കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. പ്രൊഫസർ കെ വാസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ കെ വസന്തൻ. നോവലിസ്റ്റ് ആണ്, കഥാകൃത്താണ്, ഉപന്യാസകാരനാണ്, ചരിത്ര ഗവേഷകനാണ്. വിവിധ വിഷയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 1935 നവംബർ 1 എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പോ ഇദ്ദേഹം അധ്യാപകനാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് കൂടെയല്ല ജനിക്കുന്ന നേരത്തും, നമ്മൾ നടന്ന വഴികൾ, കേരള സംസ്കാര ചരിത്ര നിഘണ്ടു. അപ്പോ ഏതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ? കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, കാൽപ്പാടുകൾ. ഇനി കൂടെയല്ല ജനിക്കുന്ന നേരത്തും. ഇനി ഇദ്ദേഹം നേടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? 2007 വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഈ കേരള സംസ്കാര ചരിത്ര നിഘണ്ടു എന്നതിനാണ് വൈജ്ഞാനിക സാഹിത്യത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത്. 2013 സമഗ്ര സംഭാവനയ്ക്കുള്ള അക്കാദമി പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ സമഗ്ര സംഭാവനയും കിട്ടിയിട്ടുണ്ട്, വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരവും സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. വ്യക്തിയുടെ പേര് ഡോക്ടർ കെ വസന്തൻ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? എഴുത്ത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വസന്തം വാരി വിതറും, നമ്മളുടെ പഴയകാല ഓർമ്മകൾ അല്ലെ, അങ്ങനെ ഒത്തിരി വസന്തങ്ങൾ തരും എന്ന് ഓർത്തു വെക്കുക. എഴുത്തച്ഛൻ വസന്തൻ. അപ്പോ ഈ എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയാണ് എന്നറിയാം. ഇദ്ദേഹത്തിന്റെ കൃതികൾ എറണാകുളത്താണ് ജനിച്ചത് എന്ന് ഓർക്കുക. കേരളപ്പിറവിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് കേരളീയം. കേരളപ്പിറവിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി എന്താണ്? കേരളീയം. കേരളീയത്തിന്റെ ഉദ്ഘാടകൻ നമ്മുടെ പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ്. യുനെസ്കോ സാഹിത്യ പദവി നേടിയത് കോഴിക്കോട് ജില്ലയാണ്. യുനെസ്കോയുടെ സാഹിത്യ പദവി നേടിയ സ്ഥലമാണ് കോഴിക്കോട്. ഈ പദവി ലഭിക്കുന്ന രാജ്യത്തെ തന്നെ ആദ്യ നഗരമാണ് കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ പദവി നേടുന്ന ആദ്യ ഇന്ത്യയിലെ നഗരമാണ് കോഴിക്കോട്. ഇനി പത്മ പുരസ്കാരത്തിന്റെ മാതൃകയില് കേരളത്തില് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ കേരള പുരസ്കാരം എന്ന് പറയുമ്പോൾ ഇതിന് തുകയൊന്നുമില്ല, പൈസ കൊടുക്കത്തില്ല, പണം നൽകത്തില്ല, പ്രശസ്തി പത്രങ്ങളാണ് കൊടുക്കുന്നത്. അവാർഡ്, പ്രശസ്തി പത്രമൊക്കെ കൊടുക്കും. അപ്പൊ ഇതിനകത്ത് റൂൾ പ്രകാരം കേരള ജ്യോതി ഒരാൾക്ക്, കേരള പ്രഭ എന്ന് പറയുന്നത് 2 പേര്, ഇനി കേരള ശ്രീ പുരസ്കാരം 5 പേര്. ഇങ്ങനെയാണ് ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. പ്രഖ്യാപിക്കാൻ ഒരാള് കേരള ജ്യോതി, കേരള പ്രഭ 2, കേരള ശ്രീ 5, ഇങ്ങനെ പ്രഖ്യാപിക്കണം എന്നാണ് ഇവർ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇതിൽ കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം, പക്ഷെ ടോട്ടൽ പുരസ്കാരങ്ങൾ 10-ൽ കുറയാൻ പാടില്ല. ടോട്ടൽ പുരസ്കാരങ്ങൾ 10-ൽ കുറയാൻ പാടില്ല. ആദ്യ കേരള പുരസ്കാരങ്ങളിൽ കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവനായിരുന്നു. കേരള പ്രഭ പുരസ്കാരം 3 പേർക്ക് കൊടുത്തിരുന്നു അല്ലെ, NN പിള്ള, മമ്മൂട്ടി, ഇങ്ങനെ 3 പേർക്കായിരുന്നു കേരള പ്രഭ പുരസ്കാരം കൊടുത്തത്. പിന്നെ കേരള ശ്രീ പുരസ്കാരം ആദ്യം കൊടുത്തത് 6 പേർക്കല്ലായിരുന്നോ? ആരൊക്കെ ഉണ്ടായിരുന്നു? ചിറ്റിലപ്പള്ളി ഉണ്ടായിരുന്നു, മുതുകാട് അല്ലെ, മജീഷ്യൻ മുതുകാട്, കാനായി കുഞ്ഞിരാമൻ, അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു? തിരസ്കരിച്ചു ഈ പുരസ്കാരം. അപ്പൊ 6 പേരായിരുന്നു ഉള്ളത്. സത്യഭാമ, ഡോക്ടർ ബിജു. അപ്പോ ഡോക്ടർ ബിജു ഉണ്ടായിരുന്നു, നമ്മുടെ പാതാള തവള, ഓർക്കുക. അപ്പോ മജീഷ്യൻ മുതുകാട്, വൈക്കം വിജയലക്ഷ്മി, ചിറ്റിലപ്പള്ളി, ഡോക്ടർ ബിജു, കനായി കുഞ്ഞിരാമൻ വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെ 6 പേർക്കായിരുന്നു, 2 ശാസ്ത്രജ്ഞർക്കായിരുന്നു പുരസ്കാരം കൊടുത്തത്. അപ്പൊ ആദ്യമായിട്ട് കേരള ജ്യോതി കിട്ടിയത് ആർക്കായിരുന്നു?
MT വാസുദേവൻ നായർക്കായിരുന്നു. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വർഷത്തെ പുരസ്കാരങ്ങളെ കുറിച്ചാണ്. ഏറ്റവും ഉയർന്ന പുരസ്കാരം കേരള ജ്യോതിയാണ്. രണ്ടാമത്തെ പുരസ്കാരം കേരള പ്രഭയും. മൂന്നാമത്തേതാണ് കേരള ശ്രീ. കേരള ജ്യോതി കിട്ടിയത് ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തികൾക്കാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു പരമോന്നത പുരസ്കാരം നൽകുന്നത്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ടി പത്മനാഭന് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി കേരള പ്രഭ കിട്ടിയത് ആർക്കൊക്കെയാണ്? കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ജസ്റ്റിസ് റിട്ടയർഡ് എം ഫാത്തിമ ബീവിക്കും സൂര്യകൃഷ്ണ മൂർത്തിക്കുമാണ്. അപ്പോ കേരള പ്രഭ ലഭിച്ചത് ജസ്റ്റിസ് ആയിട്ടുള്ള സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന റിട്ടയർഡ് എം ഫാത്തിമ ബീവി നമ്മുടെ തമിഴ്നാട് ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിൽ ജഡ്ജാണ്. ഓർക്കുക, മലയാളിയായ ആദ്യ വനിതയാണ് സുപ്രീം കോടതിയിൽ ജഡ്ജാകുന്നത്. ഇനി കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് നടരാജ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സൂര്യകൃഷ്ണമൂർത്തി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ഇനി സാമൂഹ്യ സേവന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുനലൂർ സോമരാജൻ, ആരോഗ്യ മേഖല ഡോക്ടർ VP ഗംഗാധരൻ അല്ലെ. VP ഗംഗാധരൻ ഏതാണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ് അല്ലെ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. വ്യവസായ വാണിജ്യ മേഖല സമഗ്ര സംഭാവന രവി DC. സിവിൽ സർവീസ് മേഖല സമഗ്ര സംഭാവന KM ചന്ദ്രശേഖർ. കല സംഗീതം സമഗ്ര സംഭാവന പണ്ഡിറ്റ് രമേശ് നാരായൺ. അപ്പൊ ഈ 5 പേർക്കാണ് ഈ പ്രാവശ്യം കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ VP ഗംഗാധരൻ, രവി DC, KM ചന്ദ്രശേഖർ, പണ്ഡിറ്റ് രമേശ് നാരായൺ, പുനലൂർ സോമരാജൻ. ഇതാണ് കേരള പുരസ്കാരം. ഇനി ഏഷ്യൻ പാരാ ഗെയിംസ് ജേതാക്കൾ ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 5-ാമതാണ്. ഏഷ്യൻ പാരാ ഗെയിംസ് 2023 ഇന്ത്യയാണ് 5-ാം സ്ഥാനത്ത്. ജേതാക്കൾ ചൈനയാണ്. ബാലൻഡ്യൂർ പുരസ്കാരം 8-ാമത്തെ ബാലൻഡ്യൂർ പുരസ്കാരം നേടിയത് നമ്മുടെ മെസ്സിയാണ്. മെസ്സിയുടെ 8-ാമത്തെ ബാലൻഡ്യൂർ പുരസ്കാരമാണ് ഈ വർഷം ലഭിച്ചത്. അപ്പൊ ബാലൻഡ്യൂർ പുരസ്കാരം ഇപ്രാവശ്യം മെസ്സിക്കാരന് ഇദ്ദേഹത്തിന് ഇതുവരെ 8 പുരസ്കാരങ്ങൾ ബാലൻഡ്യൂർ ലഭിച്ചു. ബാലൻഡ്യൂർ പുരസ്കാരം പുരുഷ താരം മെസ്സി. വനിതാ താരം ഐറ്റാന ബോൺമാറ്റി, സ്പെയിൻകാരിയാണ് ഐറ്റാന ബോൺമാറ്റി. ബോൺ മാറ്റി വെച്ചു എന്നോർക്കുക. പുരുഷ ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അപ്പോ പുരുഷ ടീം ഏതാണ്? മാഞ്ചസ്റ്റർ സിറ്റി. വനിതാ ടീമോ FC ബാഴ്സലോണ. മികച്ച ഗോൾ കീപ്പർ യാഷിൻ. ഇനി ഈ പുരസ്കാരം അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസിനാണ് ലഭിച്ചത്. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരത്തിന്റെ പേരെന്താണ്? യാഷിൻ പുരസ്കാരം എന്നാണ് ഇതിന്റെ പേര്. ഈ പുരസ്കാരം ലഭിച്ചതാരാണ്? എമിലിയാനോ മാർട്ടിനസ് ആണ്, അർജന്റീനക്കാരനാണ്. ബാലൻഡ്യൂർ എന്നാണ് ഏറ്റവും ഉയർന്ന പുരസ്കാരം. മികച്ച പുരുഷ താരത്തിന് കൊടുക്കുന്നത്. അത് മെസ്സിക്കാണ് കിട്ടിയത്. വനിതാ താരത്തിന് കിട്ടിയത് ഐറ്റാന ബോൺമാറ്റിക്കാണ്. പുരുഷ ടീം മാഞ്ചസ്റ്റർ സിറ്റിയാണ്. വനിതാ ടീം FC ബാഴ്സലോണയാണ്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ്. ഒന്ന് എഴുത്തച്ഛൻ പുരസ്കാരം, കേരള പിറവി കേരളീയം ഓർത്തു, കോഴിക്കോട് സാഹിത്യ പദവി, പിന്നെ നമ്മളുടെ എഴുത്തച്ഛൻ പുരസ്കാരവും കണ്ടു, കേരള പുരസ്കാരവും കണ്ടു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 2 പുരസ്കാരങ്ങളും. ഏഷ്യൻ ഗെയിംസ് പാരാ ഗെയിംസ് 2023 വിന്നറെ കണ്ടു. നമ്മുടെ ബാലൻഡ്യൂർ പുരസ്കാര ജേതാക്കളെ കണ്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.